ഹായ്, കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. വേറെ ഒന്നുമല്ല, സ്കൂളൊക്കെ തുറക്കല്ലേ. അപ്പോൾ കണ്ണനും കുഞ്ചിനൊക്കെ സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്, സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് സാധനങ്ങൾ അതുപോലെ മേടിക്കാണ്ട്. ആ ഒരു ഇയറിൽ ഇടേണ്ട, സ്കൂളിൽ പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെക്കേഷൻ സമയത്ത്, അതായത് സ്കൂൾ തുറക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. ജസ്റ്റ് ചെറിയൊരു മേക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല ചൂടുണ്ട് ഇവിടെ, മഴ പെയ്തൊന്നും വേണ്ടൊന്നൊരു കാര്യമില്ല. അപ്പോൾ വെച്ചതാണ്, സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പൊട്ട് വെച്ചിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ സൺസ്ക്രീൻ. അതിനായിട്ട് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് VLCCയുടെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അതിനോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹൈലൈറ്ററും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അധികം മേക്കപ്പ് ഒന്നും വേണ്ട, ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ താല്പര്യമില്ല എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇന്നിപ്പോൾ എനിക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ താല്പര്യമില്ല, ജസ്റ്റ് ചെറിയൊരു ഗ്ലോ മാത്രം മതി എനിക്ക്. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള സംഭവങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. സൺസ്ക്രീനും പ്ലസ് ഈ ഒരു ഹൈലൈറ്ററും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എനിക്കെപ്പോഴും മേക്കപ്പ് മിനിമലായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ഒരു ഹൈലൈറ്ററാണ് ഇത്. ഞാൻ ഈ ഒരു മേക്കപ്പിൽ ബ്ലഷും ഐഷാഡോയും ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ചെയ്യുന്നത് ഐബ്രോസ് ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. തിരക്കേടില്ലാണ്ട് ഐബ്രോസ് ഉണ്ട് എനിക്ക്, എന്നാലും ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്ത് അതൊന്ന് ചീകി ഒതുക്കി വെക്കുമ്പോൾ എന്തോ ഒരു മനസ്സമാധാനമാണ് കേട്ടോ. മനസ്സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീകി ഒതുക്കി നല്ലൊരു ഷേപ്പിന് ഐബ്രോസ് നിൽക്കും, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തതായി നമുക്ക് കണ്ണൊന്ന് വരച്ചു കൊടുക്കാം. കണ്ണെഴുതാതുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ എനിക്ക് ആലോചിക്കാനേ വയ്യ കേട്ടോ. എൻ്റെ കണ്ണെഴുതിയില്ലെങ്കിലുണ്ടല്ലോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ ഉണ്ടാവും, മാത്രമല്ല ഒരു ഉഷാറും തോന്നില്ല കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഏതൊരു സ്കിൻ ടോണുള്ളവർക്കും നല്ല അടിപൊളിയായിട്ട് ചേരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച പ്രൊഡക്റ്റുകളുടെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഇതിനോടൊപ്പം ഞാൻ വെക്കാം കേട്ടോ, ലോങ് വീഡിയോയ്ക്കൊപ്പം. അല്ലാതെ തന്നെ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്തോളൂട്ടാ. മിനിമൽ മേക്കപ്പിനൊക്കെ അടിപൊളിയാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. മാത്രമല്ല ഫേസിലെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ലേ, ഇനി എൻ്റെ തോന്നലാണോ എന്നറിയില്ല. അപ്പോൾ അതാ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഔട്ട്ഫിറ്റ്. ഇനി ഒരു കമ്മലിടണം, ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം, പോകണം. നെക്സ്റ്റ് നമുക്ക് മുടിയെട്ടാം. ഹെയർ പിന്നെ നമ്മൾ എന്നും ചെയ്യാറുള്ള പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചൂട് സമയത്ത് ഇതാണ് കംഫർട്ടബിൾ. മാത്രമല്ല കെട്ടി വെക്കാൻ മാത്രം, അല്ലെങ്കിൽ വലിയൊരു ഹെയർ സ്റ്റൈലിലോട്ട് പോകാൻ മാത്രമുള്ള മുടിയൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ച് എങ്ങനെയെങ്കിലും സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതാ 2 കുഞ്ഞു കമ്മലിട്ടിട്ടുണ്ട്. ഈ ഒരു ഹെയർ സ്റ്റൈലിനും ഈ ഒരു ഡ്രസ്സിനും ഇത് മാച്ച് ആവുന്നില്ലേ എന്നൊന്ന് പറയണേ. അങ്ങനെയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബാഗ്. ഇത് ഓൺലൈനൊന്നും വാങ്ങിച്ചല്ല കേട്ടോ, ഞാനൊരിക്കൽ തൃശ്ശൂർ പോയപ്പോൾ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. കണ്ണനെയും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നുണ്ട്, അവരവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവന്മാരെ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് 8ൻ്റെ പണി കിട്ടുമായിരുന്നു. കാരണം ബാഗ് ഇഷ്ടപ്പെട്ടില്ല, കുട ഇഷ്ടപ്പെട്ടില്ല, ചെരുപ്പ് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ 100 കുറ്റങ്ങൾ പറയും. ഇത്തവണ എന്തായാലും അതുണ്ടാവില്ല. ഞങ്ങൾ ആദ്യം പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കാണ് ആദ്യം എടുത്തത്, സ്കൂളിലോട്ട് ഡെയിലി ഇട്ടുകൊണ്ട് പോകാനുള്ളത് കേട്ടോ. റെഡിമെയ്ഡ് ഒന്നും വാങ്ങിച്ചില്ല, ഒക്കെ മെറ്റീരിയൽസാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ പോയത് കണ്ണനും കുഞ്ഞിന് ചെരുപ്പ് മേടിക്കാനാണ്. അങ്ങനെ ചെരുപ്പുകളൊക്കെ നോക്കി സെലക്ട് ചെയ്തു. ചെരുപ്പിനൊക്കെ എന്താ വില എന്നറിയോ? ഓരോ വർഷം കഴിയും തോറും സാധനങ്ങളുടെ വില കൂടുന്നല്ലാണ്ട് കുറയുന്നേ ഇല്ല കേട്ടോ. സ്കൂൾ സാധനങ്ങൾക്കായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ബാഗുകളൊക്കെ മേടിക്കുമ്പോൾ ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അതാകുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. ബാഗിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് ശരിയാക്കി തരികയും ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ മുൻപത്തേനേക്കാട്ടിലും നല്ല വില കുറച്ച് കിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നീട് ഞങ്ങൾ പോയത് ഇതുപോലുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ആഡ് കണ്ടിട്ടാണ് പല ഷോപ്പുകളിലേക്കും പോയത് കേട്ടോ. ഒരു കണക്കിന് അങ്ങനെ നോക്കി പോകുന്നതാണ് ലാഭം കേട്ടോ. നല്ല രീതിക്കുള്ള ഡിസ്കൗണ്ട് പല സാധനങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗ് പിന്നെ ഞങ്ങളിതാ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല രീതിക്കുള്ള ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പഴയ 2 ബാഗ് ഉണ്ടായിരുന്നു, ആ 2 ബാഗ് ഞാൻ കൊടുത്തിട്ട് എനിക്കൊരു ചെറിയൊരു ബാഗ് കൂടെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഇന്നർ വെയേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെ സത്യം പറഞ്ഞാൽ റേറ്റ് കുറവിനൊന്നും കിട്ടിയില്ല. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ നേരെ ശോഭ സിറ്റിയുടെ അവിടം വരെ എത്തിയിട്ടുണ്ട്.
അവിടെ എത്തിയപ്പോൾ പിന്നെ കണ്ണനും കുഞ്ചിനും നല്ല വിശപ്പായിരുന്നു. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ കയറി. കണ്ണനായിരുന്നു കേട്ടോ ആദ്യം ഫുഡ് വന്നത്. അവനെന്തോ മന്തിയാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് വിശന്നിരുന്ന ആൾക്ക് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഫുഡ് വന്നത്. ഇത്രയും കറങ്ങി തിരിഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വർഷത്തിലൊരിക്കൽ മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഇതുപോലെ പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച്. സ്കൂളിൽ ഞങ്ങൾക്ക് ഇതിനുള്ള സമയമൊന്നും കിട്ടില്ല. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് പോകാനോ ഒന്നിനും. അപ്പോൾ ഇതുപോലെ 2 മാസം വെക്കേഷന് ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ഇറങ്ങും. അതുവരെ കുറച്ച് പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇവരെ പുറത്ത് കൊണ്ടുപോകാനും ഇവരെ സന്തോഷിപ്പിക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചിലതെങ്കിലും സാധിച്ചു കൊടുക്കാൻ ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കഴിയുന്നുണ്ട് കേട്ടോ. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നും എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾക്കുള്ള ഫുഡ് കിട്ടിയത്. അതുവരെ ഇതുപോലെ ഈ ഫുഡ് ഐറ്റംസൊക്കെ കണ്ട് നടക്കുമായിരുന്നു ഞാൻ. എനിക്കിങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ കാണാൻ ഇഷ്ടമാണ്. ഒത്തിരി ഫുഡ് ഐറ്റംസ് ഇവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുമല്ലോ. എനിക്കിതിൽ പലതിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. പലതിൻ്റെയും പേര് പോലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പേരൊന്നും അറിയില്ല, എന്നാലും കാണാൻ നല്ല ചന്തമുള്ളതുകൊണ്ട് ഞാനതിൽ പകർത്തി. അങ്ങനെ ഭക്ഷണം വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നല്ല വിശന്നിരിക്കുന്ന സമയത്ത് എനിക്ക് മറ്റുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പൊതിച്ചോറുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതാണ് വാങ്ങിച്ച് കഴിച്ചത് കേട്ടോ. കുഞ്ചൻ പിസ്സ കഴിച്ചു, കണ്ണനൊരു മന്തിയും വാങ്ങിച്ചു. പിന്നെ പിസ്സ ഫുള്ളായിട്ട് കുഞ്ചന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ണനും കൂടെ ഹെൽപ്പ് ചെയ്തു. രണ്ടാൾക്കും ബോബ ടീയോ അങ്ങനെ എന്തോ ഒരു സംഭവം, അങ്ങനെ അതുകൂടെ വാങ്ങിച്ചു കൊടുത്തു. ഇതിൻ്റെയൊക്കെ പേര് അവന്മാർക്കേ അറിയുള്ളൂ കേട്ടോ. ഓരോ തവണ പോകുമ്പോഴും ഇതുപോലെ ഓരോ പുതിയ സാധനങ്ങൾ പറയും, അത് വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ഒന്നും ചെറിയ പ്രായത്തിൽ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവരും എന്നെ പോലെ വളരരുത് എന്ന് കരുതിയിട്ടാണ്. അവരുടെ ബാല്യം ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ. പിള്ളേർ വലുതാവുമ്പോൾ അവർക്ക് ഓർത്തിരിക്കാൻ ഇതുപോലുള്ള കൊച്ചു കൊച്ചു നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പോയ പോക്കിലൊരു സിനിമയും കണ്ടു കേട്ടോ. അതിരടിയാണ് കണ്ടത്. നല്ല അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. പിന്നെ സിനിമ കാണാൻ പോയാൽ പോപ്കോൺ മസ്റ്റാണല്ലോ. അങ്ങനെ അവർക്ക് 2 പേർക്കും ഓരോ പോപ്കോൺ വാങ്ങിച്ചു. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലോട്ട്. വേറെ എവിടെയും കയറാനില്ല ഞങ്ങൾക്ക്. ഒരു 5, 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. പിന്നെന്താ ആസ് യൂഷ്വൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഒരു മെയിൽ കഴുകലൊക്കെ പാസ്സാക്കി കിടക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡയറി എഴുതായിരിക്കുന്നു. ഛേ അങ്ങനത്തെ മോശം പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. ഡയറി എഴുത്തല്ല, നമ്മളുടെ യൂട്യൂബിൻ്റെ ചില കാര്യങ്ങൾ. ഞാനിങ്ങനെ 1 മാസത്തേക്കുള്ള വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അതിൽ ഏതൊക്കെ ചെയ്തു, ഏതൊക്കെ അപ്ലോഡ് ചെയ്തു, ഏതൊക്കെ എഡിറ്റ് ചെയ്തു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓർഡറായിട്ട് എഴുതി വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. മാത്രമല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓരോ ചെറിയ യൂട്യൂബേഴ്സിനും നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് ഏറ്റവും വലുത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.